രണ്ട് സ്ഥലങ്ങളിലായി ജോലി ചെയ്യുന്ന ദമ്പതിമാർ പലരും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണിത്. ഡോക്ടറെ, നമ്മൾ ഏത് സമയത്താണ് നമ്മൾ ഒരുമിച്ചുണ്ടെങ്കിൽ പ്രഗ്നൻസി ലഭിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യത എന്നുള്ളത്? നമുക്ക് അറിയാവുന്നത് ബീജാണുക്കൾ യോനിയിൽ ഏകദേശം 2 മുതൽ 3 ദിവസത്തോളം ജീവനോടെ ഇരിക്കും. അതുപോലെ തന്നെ ഓവുലേഷന് ശേഷം എഗ്ഗും ഏകദേശം 1 ദിവസത്തോളം അവിടെ ജീവനോടെ ഉണ്ടാകുന്നതാണ്. അതിനാൽ ഈ 4 മുതൽ 5 ദിവസങ്ങളെയാണ് ഫെർട്ടൈൽ വിൻഡോ എന്നറിയപ്പെടുന്നത്. അതായത് റെഗുലറായി 28 നാൾ കൂടുമ്പോൾ പീരീഡ്സ് വരുന്ന ഒരു സ്ത്രീക്ക് ഏകദേശം 14ാമത്തെ ദിവസമാണ് ഓവുലേഷൻ നടക്കാൻ സാധ്യതയുള്ളത്. അതിന് 3-4 ദിവസം മുൻപ് മുതൽ 1-2 ദിവസം കഴിയുന്നത് വരെ, അതായത് സൈക്കിളിൻ്റെ 10ാമത്തെ ദിവസം മുതൽ 16ാമത്തെ ദിവസം വരെയാണ് ഫെർട്ടൈൽ വിൻഡോ എന്ന് പറയപ്പെടുന്നത്. റെഗുലറായി സൈക്കിൾസ് വരുന്ന സ്ത്രീകൾക്ക് ഇത് അനുസരിച്ച് കണക്ക് കൂട്ടി പ്രഗ്നൻസിക്ക് വേണ്ടി പ്ലാൻ ചെയ്യാവുന്നതാണ്. എന്നാൽ റെഗുലറായി പീരീഡ്സ് വരുന്ന ഒരു സ്ത്രീക്ക് 100% ഓവുലേഷൻ നടക്കുന്നുണ്ട് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനാകില്ല. അതിൻ്റെ മറുവശമായി തന്നെ ഇറഗുലറായി അല്ലെങ്കിൽ ലേറ്റായിട്ട് പീരീഡ്സ് വരുന്ന ഒരു സ്ത്രീക്ക് ഓവുലേഷൻ നടക്കുന്നേ ഇല്ല എന്നും നമുക്ക് പറയാനാകില്ല. അതുകൊണ്ട് ഓവുലേഷൻ നമുക്ക് കൃത്യമായി അറിയണമെന്നുണ്ടെങ്കിൽ സ്കാൻ ചെയ്ത് ഓവുലേഷൻ ട്രാക്ക് ചെയ്ത് ഫോളിക്കുലാർ സ്റ്റഡി നടത്തുകയും ഹോർമോൺ ടെസ്റ്റുകൾ ചെയ്യേണ്ട ഒരവസ്ഥ കൂടി വേണ്ടി വന്നേക്കാം. അപ്പോൾ റെഗുലർ അല്ലാതെ പീരീഡ്സ് വരുന്ന സ്ത്രീകൾ, അതായത് PCO ഉള്ളവർ, അമിതമായ വണ്ണമുള്ളവർ, തൈറോയിഡ് ഉള്ളവർ, മറ്റെന്തെങ്കിലും കാരണമുള്ളവരെല്ലാം ഓവുലേഷൻ ട്രാക്ക് ചെയ്യുകയും അതനുസരിച്ചുള്ള ദിവസങ്ങളിൽ കൂടുതൽ ട്രൈ ചെയ്യുകയും ചെയ്യേണ്ടതാണ് പ്രഗ്നൻസിക്ക് വേണ്ടി. അപ്പോൾ പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യുന്ന ദമ്പതിമാർ പറ്റുമെങ്കിൽ ഓരോ ദിവസം ഇടവിട്ട് ട്രൈ ചെയ്യുകയോ അല്ലെങ്കിൽ മിനിമം ആഴ്ചയിൽ 3 തവണയെങ്കിലും ട്രൈ ചെയ്യുന്നതായിരിക്കും പ്രഗ്നൻസിക്ക് ഏറ്റവും കൂടുതൽ വിജയസാധ്യത.